Hi friends and viewers, Namaskaram, good morning to you all. Geo Kitchen Tour Vibes എന്ന യൂട്യൂബ് കുക്കർ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിതിനു മുമ്പ് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു നൂഡിൽസ് നമ്മൾ ചിക്കൻ നൂഡിൽസ് അല്ല, ചിക്കൻ സോസേജ് നൂഡിൽസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ആണ്. ഇതൊരു 300 ഗ്രാം നൂഡിൽസ് ഉണ്ട്. 300 ഗ്രാം നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ സമയലാഭത്തിന് വേണ്ടി വേവിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൂഡിൽസ് തിളയ്ക്കുമ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ രണ്ടാമത് തിള വന്നതിന് ശേഷം 5 മിനിറ്റ് വേവിക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം ഊറ്റി കളയണം. അതുപോലെ തന്നെ പിന്നെ പച്ചവെള്ളത്തിൽ കഴുകണം. കഴുകിയതിന് ശേഷം ആറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ പുരട്ടി വെക്കണം. ഒന്നുകിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഓയിൽ പുരട്ടി വെക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന നൂഡിൽസാണ് ഞാനിത്. അപ്പോൾ ഇനി നമുക്കൊരു 3 മുട്ട വേണം. ഒരു ആൾക്കൊരു മുട്ട എന്നുള്ള കണക്കിനാണ്. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, ഒരു ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ സോസേജ് ആണ്. 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ സോസേജ് ആണ്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ റെഡ് ചില്ലി സോസാണ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, വൈറ്റ് പെപ്പർ. ഇങ്ങനെ ഇത്ര ഐറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ ഈ ഇതൊന്ന് ശരിയാക്കി എടുക്കാം. കട്ട് ചെയ്ത് നമ്മുടെ സോസേജ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ കഴിഞ്ഞാലും മതി. തൽക്കാലം ഞാൻ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ ഉപയോഗിക്കുന്ന അതേ ഫ്രൈ പാനാണിത്. നമുക്ക് സോസേജ് ഒന്നിനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സോസേജ് ഏകദേശം വെന്തിട്ടുണ്ട്. സോസേജ് ഒന്നും അധികം വേവേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഇത് വഴറ്റാം. അല്പം ഓയിൽ കൂടെ ചേർക്കാം. നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർക്കാം. നമ്മൾ ക്യാപ്സിക്കം ചേർത്തു. ക്യാപ്സിക്കം അവസാനം ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനധികം വേവ് വേണ്ട. ജസ്റ്റ് ഒന്ന് മയം സോഫ്റ്റ് ആയാൽ മതി അതുവരെ. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇട്ടത്. നമ്മൾ ഈ വെജിറ്റബിൾസിന് ഇതിന് വേണ്ടിയിട്ടൊരു അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് വളരെ സൂക്ഷിച്ചേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. കാരണം നമ്മുടെ സോസുകളിലൊക്കെ ഉപ്പുണ്ട്. നോക്കിയിട്ട് അവസാനം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി.
ഇനി നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് ഒരല്പം വളരെ കുറച്ച് ഒലിവ് ഓയിൽ കുറച്ച് ഉപയോഗിക്കുക. റെസ്റ്റോറൻറ്റിലെ കണക്ക് ഒരു പ്ലേറ്റിന് 2 മുട്ട എന്നുള്ള കണക്കാണ് റെസ്റ്റോറൻറ്റ് കണക്ക്. അപ്പം ഇത് ഉടനെ ഇളക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഇളക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് കട്ടിയായിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഫ്ലെയിം കുറച്ച് ആക്കുമ്പോഴേ വലിയ വലിയ കട്ടകളായിട്ട് കിട്ടും, അല്ലെങ്കിൽ പിരിപിരാന്നുള്ള ചെറിയ ചെറിയ പൊടി. നമുക്ക് ഓരോരോ ഐറ്റം ആയിട്ട് നമുക്ക് ചേർക്കാം. ആദ്യമേ വെജിറ്റബിൾസ് ഉണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നൂഡിൽസ്, ഇനി നമുക്ക് വെറുതെ വെച്ചിരിക്കുന്ന സോസേജ് ചേർക്കാം. നമുക്ക് കുറച്ച് സോസുകൾ ചേർക്കാനുണ്ട്. ഇത് റെഡ് ചില്ലി സോസാണ്. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, സോയാ സോസ് 2 ടീസ്പൂൺ, ഉള്ള നമ്മുടെ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കരുത്, ടൊമാറ്റോ സോസേ ചേർക്കാവുള്ളൂ. ഇനി നമുക്ക് നൂഡിൽസ് ചേർക്കാം. ഇത് 300 ഗ്രാം നൂഡിൽസ് ഉണ്ട്. നമുക്ക് അല്പം വൈറ്റ് പേപ്പർ ചേർക്കാം. ഇത് ബ്ലാക്ക് പേപ്പർ അല്ല, വൈറ്റ് പേപ്പറാണ് ഇതിൽ ചേർക്കുന്നത്. ബ്ലാക്ക് പേപ്പർ ചേർത്താലും കുഴപ്പമില്ല, അത് കളർ മാറുന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അല്പം സോയാ സോസ്. നമുക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർക്കാം. ഉപ്പ് കൂടെ ചേർക്കേണ്ടതുണ്ട്. സോസിനൊക്കെ ഉപ്പുണ്ടെങ്കിലും താല്പര്യം നൂഡിൽസ് കൂടുതലുള്ള കാരണം അത് തികയാതെ വന്നു. നമ്മുടെ തണുത്ത നൂഡിൽസ് അല്ലേ, അപ്പോൾ ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് ഒരു ചൈനീസ് വിഭവം തന്നെയാണ്. അതിൻ്റെ പേര് ചില്ലി വിനിഗർ എന്നാണ്. ചില്ലി വിനിഗർ. ഈ ചില്ലി വിനിഗർ ഉള്ളപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില്ലി വിനിഗറിൽ നമ്മൾ ഉപ്പ് ചേർക്കും. അപ്പോൾ ഇത് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പം നമ്മൾ നൂഡിൽസിൽ നമ്മൾ കൂടുതൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചില്ലി വിനിഗർ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് ഓടിപ്പോവും. അതുകൊണ്ട് ഒരു മിനിമം ഉപ്പ് വെക്കുന്നതാണ് നല്ലത്. ഇതിന് ചില്ലി വിനിഗർ എന്ന പേര്. ഒരു ചൈനീസ് വിഭവം തന്നെയാണിത്. ഇതിൽ നമ്മൾ വിനാഗിരി ഒഴിക്കും. വിനാഗിരി സോയ സോസ് ഒഴിക്കും. അപ്പോഴാണിത് കംപ്ലീറ്റ് ചില്ലി വിനിഗറായി മാറുക. വിനാഗിരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇത് നമ്മുടെ ഒന്നുകിൽ മൂടി നിൽക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിനാഗിരി ഒഴിക്കാം. ഇനി നമുക്ക് സോയാ സോസാണ് ഒഴിക്കേണ്ടത്. സോയ സോസ് കുറച്ച് മതി. നമ്മൾ ഉപ്പ് ചേർക്കാനുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കുക. ക്ലോസ് ചെയ്യുക. നമ്മുടെ നൂഡിൽസ് ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റ് ചെയ്യാം. സ്റ്റൗ ഓഫ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് വിത്ത് ചിക്കൻ സോസേജ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പകരം ഈ ചിക്കൻ സോസേജ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ വേവിച്ച് അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ വേവിച്ച് അതിനെ ഷ്രെഡ് ചെയ്യുക. ചെറിയ നീണ്ട ഇതിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നൂഡിൽസ് ആയി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് സോസേജ് കൊണ്ട് വളരെ എളുപ്പത്തിലാക്കിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ വേവിച്ച ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും. എനിവേ ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആഡഡ് ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക. അപ്പോൾ നിങ്ങൾ പരമാവധി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ സോസേജോ അല്ലെങ്കിൽ ചിക്കനോ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി വിനിഗർ നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചൈനീസ് വിഭവമാണ്. അപ്പോൾ ചില്ലി വിനിഗറും കൂട്ടിയിട്ട് ഇത് കഴിക്കുക. അപ്പോൾ കഴിച്ച് അതുപോലെ ഇത് ഉണ്ടാക്കി നിങ്ങൾ നന്നായിട്ട് തോന്നുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ബെൽ ബട്ടൺ അമർത്തുന്നതുകൊണ്ട് ബെൽ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഓളിൽ പോയിട്ട് ഞെക്കണം. പിന്നെ ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അത് നോക്കി കണ്ട് ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കാണിച്ചിരുന്നു. അത് വേറൊരു രീതിയാണ്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസാണ്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടാക്കുന്ന നൂഡിൽസാണിത്. ഇതാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പാണ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി കഴിക്കേണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരോടും വിട പറയുകയാണ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ജയ് ഹിന്ദ്.